ഈ വന്ന ഭക്തജനങ്ങളോട് ചോദിച്ചപ്പോൾ അവർക്കുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ സന്നദ്ധ സംഘടനകൾ അല്ലെങ്കിൽ ഇതേപോലെയുള്ള റെസിഡൻസ് അസോസിയേഷനുകൾ ഇങ്ങനെയുള്ളവർ ചെയ്താണ് ഏറ്റവും വലിയ അനുഗ്രഹമെന്നാണ് പറയുന്നത്. എന്തായാലും അതിനുള്ള ഒരു പ്രചോദനം അതാണോ? അത് നമ്മൾ പുന്നമനോട് പൗരസമിതി എന്നാണ് നമ്മുടെ സംഘടനയുടെ പേര്. നമ്മൾ 20 കൊല്ലക്കാലമായിട്ട് ഇവിടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരുന്ന ഭക്തജനങ്ങൾക്ക് ആഹാരമാണ് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത്. വേറെ ഒന്നുമില്ല, നമ്മൾ ആഹാരമാണ്. ഉച്ചയ്ക്ക് നല്ല ഒരു സദ്യയാണ് നമ്മൾ കൊടുക്കുന്നത്. പായസം ഇല്ലെന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ സദ്യയാണ്. നല്ല വിഭവങ്ങൾ ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കി അവർക്ക് കൊടുക്കുന്ന സംതൃപ്തികരമായിട്ട് 4000 പേർ ഉൾപ്പെടെ നമ്മുടെ കോളേജിലാണ് കൂടുതൽ ആൾക്കാർ. 3500ഓളം പേർ കോളേജിലാണ്. മലപ്പുറം, പാലക്കാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, ദൂരമുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ആൾക്കാർ വരുന്നത്. പത്തനംതിട്ട അങ്ങനെയുള്ള സ്ഥലങ്ങൾ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും ഡെലിഗേറ്റ്. ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രമേ സിറ്റിയിലുള്ള ആൾക്കാരുള്ളൂ, ബാക്കിയെല്ലാം അന്യ ജില്ലകളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇത് ഡെലിഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ഒന്നിക്കുന്നത് നിങ്ങൾ ആരൊക്കെയാണ്? നമ്മളിവിടെ മെമ്പർമാരുണ്ട്. നമ്മൾ അറൗണ്ട് 10-50ഓളം മെമ്പർമാരും പിന്നെ നമ്മുടെ ഇവിടെയുള്ള വ്യാപാരി സമൂഹങ്ങളും പിന്നെ ഓഫീസേഴ്സും, ഇവിടെ സർക്കാർ ഓഫീസും, ഒരാശ കമ്മീഷൻ, അങ്ങനെയുള്ള ബാങ്കുകൾ, ബാക്കി എല്ലാ വ്യാപാര സമൂഹങ്ങളും എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ സംഭാവന പിരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഭക്ഷണ വിതരണത്തിൽ നമ്മൾ കോർപ്പറേഷന്റെ ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരമാണ് നമ്മുടെ ഈ ഭക്ഷണ വിതരണം നടത്തുന്നത്. പക്ഷേ ഈ കോർപ്പറേഷൻ നിർദ്ദേശം തരുന്നതിന് മുമ്പ് തന്നെ 16 വർഷം കൊണ്ട് നമ്മൾ ആ പ്രോട്ടോകോൾ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. പൂർവാധികം ഭംഗിയായിട്ട് ആ പ്രോട്ടോകോൾ പ്രകാരം നമ്മൾ നന്നായിട്ട് ഈ ദൗത്യം നമ്മൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. നമ്മുടെ ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ വകയായോ നമ്മുടെ കോർപ്പറേഷന്റെ വകയായിട്ട് എന്തെങ്കിലും സഹായങ്ങൾ ലഭിക്കുന്നു? ഒരു സഹായങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. നമുക്കൊരു അംഗീകാരം പോലും ഇതുവരെ കോർപ്പറേഷൻ തന്നിട്ടില്ല. ഈ ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരം നമ്മൾ നടത്തുന്ന ഈ സിറ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു പുന്നമനോട് പൗരസമിതി ആയിരിക്കും ആദ്യമായിട്ട് ആ രീതിയിൽ ഈ ഭക്ഷണ വിതരണം നടത്തിയിട്ടുള്ളത്. നമ്മുടെ ഒരു വേസ്റ്റുകളെല്ലാം നമ്മുടെ എല്ലാ പോസ്റ്റുകളിലും നമ്മൾ ഗാർബേജ് ബാഗ് വെച്ച് നമ്മളാണ് ആദ്യമായിട്ട് അതിനൊരു മാതൃക ഉണ്ടാക്കി കൊടുത്തത്. എല്ലാ വേസ്റ്റും ഗാർബേജ് ആക്കി നമ്മൾ അന്ന് ആ സമയങ്ങളിൽ നമുക്കത് കത്തിച്ച് കളയാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിനുള്ള സംവിധാനങ്ങളില്ല. അതുകൊണ്ട് കോർപ്പറേഷനിലേക്ക് തന്നെ നമ്മളത് മടക്കി കൊടുക്കുക. ഈ ആറ്റുകാൽ പൊങ്കാലയുടെ സമയത്ത് മാത്രമാണോ നിങ്ങളുടെ ഈ ഒരു അസോസിയേഷൻ പ്രവർത്തിക്കുന്നത്? അല്ലാതെയുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ, ചെറിയ സംഘടനാ പ്രവർത്തനങ്ങൾ നമ്മൾ കുടുംബ സംഗമമൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ 50 അംഗങ്ങളുണ്ടല്ലോ, അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ സഹായിക്കുകയും നമുക്ക് വലിയ ഫണ്ടില്ലെങ്കിലും നമ്മൾ ആ ഉള്ളതെല്ലാം എല്ലാവരും കൂടി സഹകരിച്ച് എല്ലാം ചെയ്യുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിയർപ്പെന്ന് കിട്ടുന്ന ഒരു അംശം, ഒരു പൈസ സഹായമില്ല. ഈ സംഘടനകളും നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഈ സ്ഥാപനങ്ങളും മാത്രമേ ഉള്ളൂ. വേറെ ഒരു പൈസ നമ്മൾ വെളിയിലിറങ്ങി ഒന്നും പിരിക്കുക അങ്ങനെയൊന്നുമില്ല. ഇല്ലല്ല, വെളിയിൽ റെസീറ്റ് അടിച്ച് അങ്ങനെ പിരിക്കില്ല. നമ്മൾ ഇവിടുത്തെ ഈ സ്ഥാപനങ്ങൾ മാത്രമേ ഉള്ളൂ. വെളിയിലിറങ്ങി ആരും ഒരു പൈസ പോലും പിരിക്കില്ല. നമ്മളെല്ലാം കൂട്ടായ്മയായിട്ട് ഇതെല്ലാം ഈ 20 വർഷം കൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ട് പോകണം എൻ്റെ പ്രവൃത്തി എന്നുകൊണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും സഹകരിച്ച് അവരിങ്ങോട്ട് തന്നെ ആ സമയമാകുമ്പോൾ വിളിച്ച് ഞങ്ങൾക്ക് പൈസ തന്ന് സഹായിക്കണേ. അപ്പൊ അടുത്ത വർഷം ഇതിനേക്കാളും എനർജി ആയിട്ട് പ്രവർത്തിക്കും അല്ലേ? തീർച്ചയായിട്ടും. ഇതിന്റെ ഇതിൽ എന്തെങ്കിലും അപാകത വന്നിട്ടുണ്ടെങ്കിൽ അപാകതകളൊക്കെ തിരുത്തിക്കൊണ്ട് അല്ല, നിങ്ങൾ അപാകത പറഞ്ഞത് ഒരു കാര്യം മാത്രമേ ജനങ്ങൾ പറഞ്ഞോളൂ. നമ്മുടെ അതിനകത്ത് വെള്ളത്തിന് ചെറിയൊരു ഇതുണ്ട്. അത് ചെയ്തു കൊടുത്ത് രാത്രി കൗൺസിലറെ വിളിച്ച് മേയറൊക്കെ എടുത്തിട്ട് അവിടെ 2 ടാങ്ക് വെച്ച് അവർ മാക്സിമം ചെയ്തു കൊടുത്ത് നമ്മൾ അവിടെ ഒരു പൈപ്പ് വെച്ച് പരാതി ആരും നമ്മളോട് ആരും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ഒരാൾ മാത്രം ഇങ്ങനെ ഒരു അഭിപ്രായം, ഒന്നല്ല 2-3 പേര്. നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിൽ മൊത്തത്തിൽ ജലവെള്ള ക്ഷാമം ആയിരുന്നാൽ പോലും നമ്മൾ മാക്സിമം നമ്മുടെ കഴിവിന്റെ പരമാവധി 99% നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റി. അപ്പൊ അതിന് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ എന്തെങ്കിലും സജ്ജീകരണം ഒരുക്കി തന്നിട്ടുണ്ടോ? ഒരു സംവിധാനങ്ങളും ഇല്ല. കോർപ്പറേഷൻ നമുക്കിവിടെ ശുദ്ധീകരിച്ചിട്ടുണ്ട്. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വെള്ളമോ ടാങ്കറോ അങ്ങനെ എന്തെങ്കിലും കോളേജിനകത്ത് ഒരു ടാങ്ക് വെച്ച് ചെയ്ത് വെച്ച് ഇവിടെ ശുദ്ധീകരിച്ചിട്ടുണ്ട്. 2 ദിവസം മുമ്പേ ഒന്ന് അവിടെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ അവർ ചെയ്ത് ഇവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ എല്ലാം കൂടെ അതെല്ലാം കൗൺസിലറും എല്ലാം സമ്പൂർണ്ണമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ അതോടൊപ്പം തന്നെ നമ്മുടെ ട്രസ്റ്റാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റാണ്. ട്രസ്റ്റിൻ്റെ ഒരു വരുമാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ 80% പബ്ലിക്കിനുള്ളതാണ്. അപ്പോൾ ഇതേപോലെയുള്ള സന്നദ്ധ സംഘടനകൾ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ നൽകണമെന്നാണ് എനിക്ക് പറയുന്നത്. നമുക്ക് ഒന്ന് സംഭാവനകൾ തന്നില്ലെങ്കിൽ നമുക്കൊരു അംഗീകാരവും നമ്മൾ ചെയ്യണതിന് ഒരു പ്രോത്സാഹനം, അതെ, പ്രചോദനം, നമുക്ക് മുന്നോട്ട് പ്രവർത്തിക്കാനുള്ള പ്രചോദനം അത്രേ ഉള്ളൂ. അപ്പോൾ കേട്ടല്ലോ, അവർ പറഞ്ഞത് ഓരോരുത്തരും പറഞ്ഞ കേട്ടല്ലോ. എങ്കിലും ഞാൻ ആ ഒരു നിയമവശം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒരു പബ്ലിക് ട്രസ്റ്റിൻ്റെതാവുമ്പോൾ ഏകദേശം 80% പബ്ലിക്കിനുള്ള ഫണ്ടാണ്.
അപ്പോൾ ആ ഒരു പൈസ ഇതേപോലെയുള്ള സന്നദ്ധ സംഘടനകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു സഹായം ഇപ്പോൾ ഇവർ നടത്തുന്നതിനേക്കാളും ഇരട്ടി നടത്തുവാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്.